ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാളത്തിലെ ഒരു വാക്യവും ഇംഗ്ലീഷിലെ ഒരു സെൻറ്റൻസും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. മലയാളത്തിലെ ഒരു വാക്യവും ഇംഗ്ലീഷിലെ ഒരു വാക്യവും അഥവാ ഇംഗ്ലീഷിലെ ഒരു സെൻറ്റൻസും മലയാള വാക്യവും തമ്മിലുള്ള ഘടനയിലുള്ള വ്യത്യാസം. അഥവാ നമ്മളൊരു വാക്യം ഉണ്ടാക്കുമ്പോൾ മലയാളത്തിലും ഇംഗ്ലീഷിലും തമ്മിൽ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്നാലേ നമുക്ക് ഇംഗ്ലീഷിലൊരു വാക്യം ഉണ്ടാക്കാനും സംസാരിക്കാനൊക്കെ സാധിക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മളെന്താ പഠിച്ചത്? പ്രസൻറ്റ് ടെൻസിൻ്റെയും പാസ്റ്റ് ടെൻസിലെയും ഫ്യൂച്ചർ ടെൻസിലെയും 4 എണ്ണം വീതം അല്ലേ? പ്രസൻറ്റ് ടെൻസിൽ 4ഉം പാസ്റ്റ് ടെൻസിൽ 4ഉം ഫ്യൂച്ചർ ടെൻസിൽ 4ഉം ടെൻസുകളുണ്ട് എന്ന് വരെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? ഇനി നമ്മൾ ഓരോ ടെൻസും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാൻ പോവാണ്. പ്രസൻറ്റ് ടെൻസിലെ 4 ഉണ്ട് നമ്മൾ പറഞ്ഞു. ആ പ്രസൻറ്റ് ടെൻസിലെ 4ഉം പാസ്റ്റ് ടെൻസിലെ 4ഉം ഫ്യൂച്ചർ ടെൻസിലെ 4ഉം നമ്മൾ സെപ്പറേറ്റ് ഓരോന്നായിട്ട് പഠിക്കാൻ പോവാണ്. അപ്പോൾ അത് പഠിക്കുന്നതിന് മുമ്പ് ഈ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. അഥവാ മലയാള വാക്യവും ഇംഗ്ലീഷ് സെൻറ്റൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത ടെൻസിലോട്ട് നീങ്ങാം. ഇവിടെ നമ്മൾ മലയാളത്തിലെ ഒരു സെൻറ്റൻസ് നോക്കുമ്പോൾ നാമം ഉണ്ടാവും, ക്രിയ ഉണ്ടാവും, കർമ്മം ഉണ്ടാവും അല്ലേ? നാമം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിൻ്റെയൊക്കെ പേര്, അവരുടെ മനുഷ്യരുടെ പേരോ ജന്തുക്കളുടെ പേരോ വസ്തുക്കളുടെ പേരോ എന്തിൻ്റെങ്കിലും പേരിനെയാണ് നമ്മൾ നാമം എന്ന് പറയുന്നത്. മറ്റൊന്ന് എന്തുണ്ടാകുക? ക്രിയ. ക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവൃത്തി. നാം ചെയ്യുന്ന എന്തൊരു പ്രവൃത്തിയും ഏതാണ് ക്രിയ എന്നറിയപ്പെടുന്നത്. പിന്നെ ഒന്ന് കർമ്മം. ഇപ്പോൾ മലയാളത്തിലെ ഒരു വാക്യത്തിൽ എന്തൊക്കെയാണ് ഉണ്ടാകുക? നാമം, ക്രിയ, കർമ്മം എന്നിവയാണ് ഉണ്ടാകുക അല്ലേ? നാമവും ക്രിയയും കർമ്മവും. ഇത് തന്നെയാണ് ഇംഗ്ലീഷ് സെൻറ്റൻസിലും ഉണ്ടാകുക. പക്ഷെ ഇംഗ്ലീഷ് സെൻറ്റൻസ് നാമത്തിന് നമ്മൾ എന്ത് പറയും? സബ്ജക്റ്റ് എന്നും, ക്രിയക്ക് പറയുന്ന പേര് വെർബ് എന്നും, കർമ്മത്തിന് പറയുന്ന പേര് ഒബ്ജക്റ്റ് എന്നുമാണ്. ഇതിൽ സബ്ജക്റ്റ് എന്താ എന്നുള്ളതും വെർബ് എന്തൊക്കെയാണ്, ഏതൊക്കെയാണ്, എത്ര വിധം വെർബുകളുണ്ട് എന്നും ഒബ്ജക്റ്റ് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ. സബ്ജക്റ്റും വെർബും ഒബ്ജക്റ്റൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരും പഠിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം അത് പോയി പഠിക്കണം. എന്നാലേ ഈ ക്ലാസ് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ സബ്ജക്റ്റും വെർബും ഒബ്ജക്റ്റൊക്കെ പറയുന്നത് എന്താണെന്നുള്ളത്. അപ്പോൾ മലയാളത്തിലൊരു സെൻറ്റൻസിൽ ഉണ്ടാകുന്നത് എന്തൊക്കെയാണ്? നാമവും ക്രിയയും കർമ്മവുമാണ്. അപ്പോൾ ഈ നാമത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരെന്താണ്? സബ്ജക്റ്റ്. ക്രിയക്കോ വെർബ്. കർമ്മത്തിന് എന്താ പറയുക? ഒബ്ജക്റ്റ്. ഓക്കെ. അപ്പോൾ എന്തിൻ്റെയൊക്കെ പേരിനാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയാം. അതേപോലെ ചെയ്യുന്ന പ്രവൃത്തികൾക്കാണ് നമ്മൾ വെർബ് എന്ന് പറയാം. പിന്നെ എന്ത്, എവിടേക്ക്, ആരെ എന്നൊക്കെ ചോദിക്കുമ്പോൾ കിട്ടുന്നത് എന്ത്? ഒബ്ജക്റ്റ്. ഇനി മലയാളത്തിലൊരു സെൻറ്റൻസ് നോക്കൂ. അശോക് സ്കൂളിലേക്ക് പോയി. അശോക് സ്കൂളിലേക്ക് പോയി. അപ്പോൾ ഇവിടെ എന്താണ് ആദ്യം വന്നത്? സബ്ജക്റ്റ് അഥവാ നാമമാണ് വന്നത്. രണ്ടാമത് വന്നത് സ്കൂളിലേക്ക് എന്നുള്ള ഒബ്ജക്റ്റാണ് വന്നത് അഥവാ കർമ്മമാണ് വന്നത്. മൂന്നാമത് വന്നതാണ് പോയി എന്നുള്ളത് ക്രിയ. അപ്പോൾ ഇവിടെ ആദ്യം വന്നത് നാമവും, രണ്ടാമത് വന്നത് കർമ്മവും, മൂന്നാമത് വന്നത് ക്രിയയുമാണ്. അഥവാ സബ്ജക്റ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് വെർബ് SOV പാറ്റേണിലാണ് മലയാളത്തിലെ സെൻറ്റൻസ് ഉണ്ടാകുക. ഓക്കെ. ഇനി ഇംഗ്ലീഷ് സെൻറ്റൻസ് നോക്കൂ. അതേ സെൻറ്റൻസ് തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണേ? ഇംഗ്ലീഷിലേക്ക് ആക്കിയിരിക്കണം. അപ്പോൾ എന്തായത്? അശോക് വെൻറ്റ് ടു സ്കൂൾ. അശോക് വെൻറ്റ് പോയി. എവിടേക്ക് പോയി? ടു സ്കൂൾ. അപ്പോൾ ഇവിടെ ആദ്യം ഏതാ വന്നത്? ഇവിടെ ആദ്യം വന്നത് സബ്ജക്റ്റ് തന്നെയാണ്, നാമം തന്നെയാണ് ആദ്യം വന്നത്. എന്നാൽ രണ്ടാമത് വന്നത് ക്രിയയാണ്, വെർബാണ് രണ്ടാമത് വന്നത്. മൂന്നാമതാണ് ഒബ്ജക്റ്റ് വന്നത്. സ്കൂൾ എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. എവിടേക്ക് എന്ന് ചോദിച്ചാൽ എവിടേക്കാണ്? സ്കൂളിലേക്ക്. ഇപ്പോൾ ഒബ്ജക്റ്റ് ഏതാണ്? സ്കൂള്. അപ്പോൾ ഇംഗ്ലീഷ് സെൻറ്റൻസിൽ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റാണ്. ആദ്യം സബ്ജക്റ്റ് വരും, പിന്നെ വരുന്നത് വെർബാണ്, അവസാനത്തിലാണ് ഒബ്ജക്റ്റ് വരുന്നത്. എന്നാൽ മലയാളത്തിലെ ഒരു വാക്യത്തിൽ ആദ്യം വരുന്നത് സബ്ജക്റ്റാണ്, രണ്ടാമത് ഒബ്ജക്റ്റ് വരും, മൂന്നാമതാണ് വെർബ് വരിക അഥവാ ക്രിയ വരുന്നത് മൂന്നാമതാണ്. അപ്പോൾ മലയാളത്തിലെ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എന്താണ്? SOV പാറ്റേണും അഥവാ സബ്ജക്റ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് വെർബും. ഇംഗ്ലീഷ് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എന്നറിയപ്പെടുന്നത് SVO പാറ്റേണുമാണ് അഥവാ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. അപ്പോൾ ഇംഗ്ലീഷ് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ഇംഗ്ലീഷിൽ നമ്മളൊരു സെൻറ്റൻസ് എഴുതുമ്പോൾ എന്താണ് ആദ്യം എഴുതേണ്ടത്? സബ്ജക്റ്റ്. മലയാളത്തിലും ആദ്യം വരുന്നത് സബ്ജക്റ്റ് തന്നെയാണ്. ഇംഗ്ലീഷിൽ ആദ്യം വരുന്നത് സബ്ജക്റ്റ്, രണ്ടാമത് വരുന്നത് വെർബ്, മൂന്നാമത് വരുന്നത് ഒബ്ജക്റ്റ്. അപ്പോൾ SVO പാറ്റേൺ ആണ് ഇംഗ്ലീഷിലെ സെൻറ്റൻസ്.
എല്ലാ ടെൻസുകളിലും നമ്മൾ ഉപയോഗിക്കുന്നത് ഈ SVO പാറ്റേൺ തന്നെയാണ് കേട്ടോ. പക്ഷേങ്കിൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ വെർബിൽ അഥവാ വിയിൽ മാറ്റങ്ങൾ ഇങ്ങനെ സംഭവിക്കും ഓരോ ടെൻസിലേക്ക് എത്തുമ്പോഴും. ഇപ്പോൾ പ്രസൻറ്റ് ടെൻസിൽ എത്തുമ്പോൾ V1ഉം V5 ആണ് സംഭവിക്കുക. എന്താണ് V5 എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, V1നോട് കൂടിയിട്ട് S ചേർന്നിട്ടുള്ള രൂപം അഥവാ V1 + S. V1S ആണ് V5 എന്നറിയപ്പെടുന്നത്. അപ്പോൾ പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ V1ഉം V1S ഉപയോഗിക്കും. പാസ്റ്റ് ടെൻസിൽ ഏതാ ഉപയോഗിക്കുക, V2 ഉപയോഗിക്കും അഥവാ വെർബിൻ്റെ രണ്ടാമത്തെ രൂപം ഉപയോഗിക്കും. പെർഫെക്റ്റ് ടെൻസുകളിൽ നമ്മൾ ഉപയോഗിക്കുക V3 ആണ്. അതേപോലെ കണ്ടിന്യൂസ് ടെൻസുകളിൽ നമ്മൾ ഏതാ ഉപയോഗിക്കുക, ING ഫോം അഥവാ V4. അപ്പോൾ നമ്മൾ ഓരോ ടെൻസിലേക്ക് എത്തുമ്പോഴും ആ വിയിൽ അഥവാ വെർബിൽ ഇങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കും. V1, V2, V3, V4, V5 എന്നുള്ള ആ രീതിയിൽ മാറ്റങ്ങൾ സംഭവിക്കും. പാറ്റേൺ ഒക്കെ ഇതേപോലെ തന്നെയാണ്, SVO പാറ്റേൺ ആണ് എല്ലാ ടെൻസിലും ഉള്ളത്. ഇനി നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഉദാഹരണം നോക്കാം. അവർ ക്രിക്കറ്റ് കളിക്കുന്നു എന്ന മലയാള വാക്യത്തിൽ അവർ എന്നുള്ളത് എന്താണ്, സബ്ജക്റ്റാണ്. ക്രിക്കറ്റ് എന്നുള്ളത് ഒബ്ജക്റ്റും കളിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ എന്ത്, വെർബ് അല്ലേ. കളിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വെർബ്. ഈ ഒരു മലയാള വാക്യത്തിനെ നേരിട്ട് ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അവർ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താ പറയുക, ദേ. ക്രിക്കറ്റ് എന്നുള്ളതിന് ക്രിക്കറ്റ് തന്നെയാണ്. പ്ലേ എന്നുള്ളതാണ് കളിക്കുന്നു എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ്. അപ്പോൾ എന്തായി, ദേ ക്രിക്കറ്റ് പ്ലേ. മലയാള വാക്യത്തിൻ്റെ ഘടന SOV പാറ്റേൺ ആണ്. ഈ SOV പാറ്റേണിലുള്ള മലയാള വാക്യത്തിനെ നമ്മൾ നേരിട്ട് SOV പാറ്റേണിൽ ഇംഗ്ലീഷിലേക്ക് മാറ്റിയപ്പോൾ എന്താ സംഭവിച്ചത്, ദേ ക്രിക്കറ്റ് പ്ലേ എന്നാണ് കിട്ടിയത്. അപ്പോൾ ഇത് ശരിയാണോ, ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്ത്, ഇത് ശരിയല്ല എന്നുള്ളത് അല്ലേ, ദേ ക്രിക്കറ്റ് പ്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഏതൊരു മലയാള വാക്യം കിട്ടുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത് SOV പാറ്റേണിൽ നിന്ന്, മലയാള വാക്യങ്ങളൊക്കെ ഏതിലായിരിക്കും, SOV പാറ്റേണിലായിരിക്കും. അതിനെ നമ്മൾ SVO പാറ്റേണിലേക്ക് മാറ്റിയാൽ മാത്രമേ ഇംഗ്ലീഷ് സെൻറ്റൻസ് ആവുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ കണ്ട നിങ്ങൾ ഈ യെല്ലോ കളറിൽ ദേ പ്ലേ ക്രിക്കറ്റ് എന്നുള്ളതാണ്. അവർ എന്നുള്ളതിന് ദേ എന്നെഴുതി. ഇപ്പോൾ മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും ഫസ്റ്റ് വരുന്നത് എന്താണ്, സബ്ജക്റ്റാണ്. രണ്ടാമത് നമ്മൾ എഴുതിയത് V ആണ്. SVO പാറ്റേണിൽ രണ്ടാമത് ഏതാണ്, V. ഇവിടുത്തെ V ഏതാണ്, ഇവിടുത്തെ വെർബ് ഏതാണ്, പ്ലേ. ഇവിടുത്തെ ക്രിയ ഏതാണ്, പ്ലേ. അടുത്തത് ഒബ്ജക്റ്റാണ് ക്രിക്കറ്റ്. SVO പാറ്റേണിലാണ് ഇംഗ്ലീഷ് സെൻറ്റൻസ്. ഇപ്പോൾ ദേ പ്ലേ ക്രിക്കറ്റ് എന്നുള്ളതാണ് കറക്റ്റ് ഇംഗ്ലീഷ് സെൻറ്റൻസ്. ഇപ്പോൾ മേലെ കണ്ട ദേ ക്രിക്കറ്റ് പ്ലേ എന്നുള്ളതോ, അത് നമ്മൾ മലയാള സെൻറ്റൻസ് അതേപോലെ ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ കിട്ടുന്നത് അത് തെറ്റാണ്. നമ്മൾ ഏതൊരു മലയാള വാക്യത്തെയും ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, എല്ലാ മലയാള വാക്യവും SOV പാറ്റേണിലായിരിക്കും. അതിനെ നമ്മൾ എന്തായാലും SVO പാറ്റേണിലേക്ക് മാറ്റണം. അപ്പോൾ മാത്രമേ ഇംഗ്ലീഷ് സെൻറ്റൻസ് ക്ലിയർ ആവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. SVO പാറ്റേൺ ആണ് നമ്മുടെ ഇംഗ്ലീഷ് സെൻറ്റൻസ് സ്ട്രക്ചർ. മലയാള സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ ഏതാണ്, SOV ആണ്. ഈ ഒരു പാറ്റേണിലുള്ള ചെറിയൊരു വ്യത്യാസമാണ് എല്ലാവർക്കും മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. സംസാരിക്കാനും അതേപോലെ എഴുതുവാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നത് ഈ ഒരു ചെറിയൊരു വ്യത്യാസമാണ്. ഏത്, മലയാളത്തിൽ സബ്ജക്റ്റ് ഓബ്ജക്റ്റ് വെർബാണ്, ഇംഗ്ലീഷിൽ SVO പാറ്റേൺ ആണ്. ഈ ഒരു കാര്യം വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് എന്തായി, വളരെ പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനും പഠിക്കാനൊക്കെ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ടെൻസിലോട്ട് നീങ്ങാം. താങ്ക് യു.